വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാരം ഏപ്രിൽ 24, 4-ാം വാരം, ഉയർപ്പുകാലം, ബുധൻ. ആർസലെ വികാരിയായിരുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അടുത്ത് ജനം കൂടാൻ തുടങ്ങിയപ്പോൾ ചുറ്റുപാടുമുള്ള ഇടവകകളിലെ വികാരിമാരെല്ലാം വിമർശനം ആരംഭിച്ചു. ഈ ജനത്തെ നയിക്കുവാനുള്ള ദൈവശാസ്ത്ര വിജ്ഞാനം വിയാനിക്കുണ്ടോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. പല വിമർശനങ്ങളും യുക്തിഭദ്രമായിരുന്നെങ്കിലും അടിവേര് അസൂയയായിരുന്നു. നമ്മുടെ ഇടവകകളിലും സന്യാസ ഭവനങ്ങളിലും രൂപതകളിലുമൊക്കെ കഴിവും തീക്ഷ്ണതയുമുള്ള നിരവധി പേർ മറ്റുള്ളവരുടെ അസൂയയാൽ ബന്ധിച്ചിടപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും മേഖലയിൽ വളരുകയും ഉയരുകയും ചെയ്യുമ്പോൾ അവരെ തളർത്താൻ പലരും ശ്രമിക്കും. തന്മൂലം സഭാ സമൂഹങ്ങളുടെ നിരവധിയായ സാധ്യതകൾ നാം നഷ്ടപ്പെടുത്തി കളയുന്നു. ഭക്തസംഘടനകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ധ്യാന ടീമുകൾ, ഇവിടങ്ങളിലെല്ലാം അസൂയയുടെ നീരാളിപ്പിടുത്തം അസ്വസ്ഥതകളും വിഭാഗീയതകളുമായി രൂപം പ്രാപിക്കാറുണ്ട്. നാം എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതിനാണ്. എന്തു പറയുന്നു എന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനു വേണ്ടി പറയുന്നു എന്നതാണ്. ദൈവത്തിനും സഭയ്ക്കും വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഹൃദയം കൊണ്ട് നാം സഭാവിരുദ്ധരും ദൈവവിരുദ്ധരും ആയിത്തീരാം. ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നാം മാതൃകയാക്കേണ്ടത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 44 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളിലൂടെ യേശു വിളിച്ചു പറയുന്നു: എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ അയച്ചവനിലും വിശ്വസിക്കുന്നു. ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നെ അയച്ച പിതാവിന്റെ കൽപ്പനയാണ് ഞാൻ ഇന്നത് പറയണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. ഇവിടെ അസൂയയുടെ ഒരു തരി പോലുമില്ല. ഒരു ശാശ്വത ബന്ധത്തിന്റെ ആണിക്കല്ലാണിത്. മറ്റുള്ളവരെ ഉയർത്തുക, അവരെ വളരുവാനും ഉയരുവാനും അനുവദിക്കുക, അതിലൂടെ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാം. ഓർക്കുക, ബൈബിളിൽ നാം വായിക്കുന്ന ആദ്യത്തെ കൊലപാതകം കായേൻ ആബേലിനെ കൊല്ലുന്നത്, സാവൂൾ ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ആർഷഭാരതത്തിലെ കഥയായ പെരുന്തച്ഛനിലെ പെരുന്തച്ഛൻ സ്വന്തം മകനെ കൊല്ലുന്നത്, ഇതിനെല്ലാം കാരണം അസൂയയായിരുന്നു എന്നുള്ളത്. അസൂയ വെടിയാം, ശാശ്വത ബന്ധങ്ങൾ വളർത്തിയെടുക്കാം. അതിലൂടെ ദൈവത്തെ പോലെ ക്രിസ്തു ദൈവപിതാവുമായി ബന്ധിച്ചെടുത്ത നിലനിർത്തിയ ശാശ്വത ബന്ധം നമുക്കും സ്ഥാപിച്ചെടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.